ഹലോ, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ നൂഡിൽസ് കൊണ്ട് ഒരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. ചിക്കൻ നൂഡിൽസാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്, സിമ്പിളാണ്, ഈസിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന നൂഡിൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഡോമിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ പൗഡറോ ഓയിലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലത്തെ നൂഡിൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിന് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചിക്കനെ കുരുമുളകും മഞ്ഞളും ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ വെജിറ്റബിൾസ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഈ നൂഡിൽസിനെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അതിനെ വേവിച്ചെടുക്കുക. ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ നൂഡിൽസിനെ കഴുകിയെടുക്കുക. അതിൻ്റെ പശപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച നൂഡിൽസിനെ ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ മാറ്റി വയ്ക്കാം. വീണ്ടും വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് ചേർത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായിട്ട് വഴറ്റുക. സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കൻ ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് സീ ഫുഡൊക്കെ ചേർക്കാം. ചെമ്മീനോ കൂന്തളോ ഒക്കെ നമുക്ക് ചേർക്കാം. അല്ല, ഇതെല്ലാം മിക്സ് ആക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ക്യാരറ്റ് ഇട്ടു. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. അവസാനമാണ് ഞാൻ തക്കാളി ഇട്ടത്, കാരണം തക്കാളി പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസൊക്കെ കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച, ഫ്രൈ എന്നില്ല, ജസ്റ്റ് 2 സെക്കൻഡ് നമ്മൾ ഓയിലിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ നൂഡിൽസിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. വെജിറ്റബിൾസും നൂഡിൽസും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസും. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല സ്വാദാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതാണ് നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ്. നമുക്ക് സ്പ്രിംഗ് ഒനിയനൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു വിഭവമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.